ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈ ഒരു മോഡൽ നെക്ക് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ക്യാൻവാസ് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീതി 5.5 ഇഞ്ചാണ്. ഇറക്കം വരുന്നത് 7 ഇഞ്ചാണ്. നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 6 ഇഞ്ചാണ്. എന്നിട്ട് അതിനൊരു ബോക്സ് ഷേപ്പിൽ വരച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളൊരു ആലില ഷേപ്പിലാണ് കേട്ടോ ഇത് വരച്ചെടുക്കുന്നത്. ഇതുപോലൊരു ബോക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ചെരിച്ച് ഒരു ആലില ഷേപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. മുകളിൽ അല്പം ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്കായിട്ട് അതും ഷേപ്പ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം. മുകൾ വശത്ത് ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ അത് ഇതുപോലെയാണ് കിട്ടുന്നത്. ഇനി അതിൻ്റെ പുറത്തേക്കായിട്ട് 1 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട്. എന്നിട്ട് അതൊന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം. ഇതുപോലെ വരച്ചെടുത്തിട്ട് അതിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇതുപോലെയാണ് വരുന്നത്. സാധാരണയായിട്ട് നമ്മൾ മെയിൻ ക്ലോത്തിന് നല്ല വശത്ത് വെച്ചിട്ട് മോശം വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതങ്ങനെയല്ല, ഇത് മോശം വശത്ത് വെച്ച് കൊടുത്തിട്ട് നല്ല വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ ക്ലോത്തിൽ ഇങ്ങനെ അയൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന് പുറത്തായിട്ട് 1 ഇഞ്ച് ഗ്യാപ്പിൽ ഇങ്ങനെ 1 ഇഞ്ച് ഗ്യാപ്പ് തുണി ഇങ്ങനെ വിട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്കത് മടക്കി തയ്ച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയോ ചെയ്യാം. ഞാനിവിടെ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ മടക്കി ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് നല്ല വശത്തേക്ക് വരുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും. എന്നിട്ട് നമ്മളൊരു ലേസ് വെച്ചിട്ട് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലൊരു ലേസ് ഇങ്ങനെ മോശം വശത്ത് തന്നെ ഇങ്ങനെ സൈഡിൽ കൂടി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വെച്ചിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വരും. ഇനി നമുക്ക് മെയിൻ ക്ലോത്തിൻ്റെ മോശം വശത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അത് നല്ല വശത്തേക്ക് മറിച്ചിട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനായിട്ട് മെയിൻ ക്ലോത്ത് നമ്മൾ സെൻറ്റർ മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചതിന് ശേഷം ഷോൾഡർ രണ്ട് സൈഡും 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേണം അത് വെച്ച് കൊടുക്കാൻ. എന്നാൽ മാത്രമേ കറക്റ്റ് അത് ചെരിഞ്ഞു പോകാതെ കിട്ടും. ഇതുപോലെ 3 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം കറക്റ്റ് ഇങ്ങനെ പിൻ ചെയ്തിട്ട് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വന്ന തുണിയൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ കട്ടിങ് കൊടുത്തിട്ട് അതിനെ നല്ല വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുത്ത് നല്ല വൃത്തിയിൽ ഇരിക്കും. ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി ആ ലേസ് നമ്മൾ അറ്റാച്ച് ചെയ്തില്ലേ, അതിൽ കൂടി ഒരു സ്റ്റിച്ചും കൂടി കൊടുത്താൽ നെക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ്